കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരോട് സർക്കാരിന് പിന്നാലെ പഞ്ചായത്തും ക്രൂരത കാണിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്ഥലവും വീടും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് അയച്ചിരിക്കുകയാണ് വാണിമേൽ പഞ്ചായത്ത്. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, വിവരങ്ങൾ എന്താണ്? നമുക്കറിയാം, വിലങ്ങാട് വയനാടിന് സമാനമായ ആ ദിവസം തന്നെയാണ് വിലങ്ങാടും ഇത്തരത്തിലുള്ളൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. പക്ഷേ വിലങ്ങാട്ടിലെ നിവാസികളെ പാടെ അവഗണിക്കുന്ന ഒരു നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നത്. മാത്രമല്ല, അതിനു പുറമെയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ കൂടി ക്രൂരത ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് വിലങ്ങാട് മഞ്ഞച്ചിലി സ്വദേശി സോണിക്ക് ഇത്തരത്തിൽ കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വരുന്നത്. ഈ സോണിയുടെ വീടും സ്ഥലവും ഉൾപ്പെടെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ്. കൂടാതെ തന്നെ 21 അംഗ പട്ടികയിൽ, അതായത് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആ പട്ടികയിൽ ഈ സോണി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ സംഭവത്തിൽ ഇത്തരത്തിൽ ഈ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും അറിയാതെയാണ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും വിചിത്രവാദമായി തോന്നുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോണി പഞ്ചായത്തിൽ ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, ഇത്തരത്തിൽ അതായത് ഈ വീട് നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തരത്തിലൊരു അപേക്ഷ സോണി തന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിക്കുന്നത്. ഈ സോണിക്ക് മാത്രമല്ല, വിലങ്ങാട് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ, അതായത് ഈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭ്യമായിട്ടുണ്ട് എന്നൊരു പരാതി തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത്, ഒരു 10,000 രൂപ മാത്രമാണ് അവർക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. അതായത് വാടക ഇനത്തിൽ 6,000 രൂപയും കൂടാതെ ഒരു സമാശ്വാസം എന്ന നിലയിൽ 4,000 രൂപയും മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ വിലങ്ങാട് നിവാസികൾക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അവിടുത്തെ പാലം ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടും അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തുക വിലയിരുത്തുകയോ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നോട്ടീസ് കൂടി ഈ ദുരന്ത ബാധിതരെ തേടിയെത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിലങ്ങാട് നിവാസികൾ നിരവധി തവണ തങ്ങൾക്ക് നീതി അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പ്രത്യക്ഷ സമരത്തിലൊക്കെ കടന്നതും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സോണി കുറച്ച് സമയം കഴിഞ്ഞാൽ വാണിമേൽ പഞ്ചായത്തിലേക്ക് പോവും. തുടർന്ന് അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഈ സോണിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. സോണിയുമായി നമ്മൾ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദുരന്ത ബാധിതനാണ്, സ്വന്തമായി വീടും സ്ഥലവും നഷ്ടപ്പെട്ടു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, തിരിച്ച് താൻ താമസിച്ച ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നത്. അതെന്തുകൊണ്ടെന്ന് തനിക്ക് അറിയണം എന്നൊരു കാര്യം തന്നെയാണ് ഈ പരാതിക്കാരനായ സോണിയും വ്യക്തമാക്കുന്നത്. സോണിക്ക് മാത്രമല്ല, വിലങ്ങാട് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി ദിസ്ന. ഏതായാലും നിരവധി പേർക്ക് നോട്ടീസ് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അവിടെ ഒരു കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം ശക്തമാവും.